ഇതുപോലത്തെ എംബ്രോയ്ഡറി നെക്ക് നൈറ്റിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് ഞാനിവിടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്തായിട്ട് നമ്മൾ സെൻട്രൽ പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. സെൻട്രൽ പാർട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എംബ്രോയ്ഡറി നെക്കിൻ്റെ സെൻട്രൽ പാർട്ടും കൂടി വെച്ചിട്ട് ഒന്ന് സെക്യൂറായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു ബോർഡർ ലൈനിൽ കൂടി തന്നെ കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. എഡ്ജ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. ഇനി ഇത് ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് ഫിനിഷിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു നെക്ക് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുമെന്ന് പലർക്കും അറിയില്ല. ഇത് ബട്ടൺ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഫാൻസി ഇതുപോലെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന എല്ലാ ഷോപ്പിലും ഇത് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് പല ഡിസൈനിലും പല റേറ്റിലും വരുന്നുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം കൂടിയുള്ളൂ തയ്ച്ചെടുക്കാൻ. ഈ കാണുന്ന ബ്ലാക്ക് പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇതോടുകൂടെ നമ്മൾ എംബ്രോയ്ഡറി നെക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി സിബും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ. സിബ് സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ.